ജോർദാന് ശേഷം ഈജിപ്തിനെ ഇറാൻ ലക്ഷ്യമാക്കുമോ എന്നൊരു സംശയം ഇപ്പോൾ യുദ്ധമേഖലയിൽ സജീവമാണ്. കഴിഞ്ഞ പ്രാവശ്യം ജോർദാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്കുണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ ജോർദാൻ്റെ അമേരിക്കയുടെ F-35 യുദ്ധവിമാനത്തിൻ്റെ ഷെൽട്ടറുകൾ അപ്പാടെ നിലം പൊത്തിയിരിക്കുന്നു എന്നുള്ള ആ സമയത്ത് F-35 യുദ്ധവിമാനത്തിന് വലിയ രീതിയിൽ തകർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. അമേരിക്കയുടെ കമാൻഡ് സെൻറ്ററുകൾ തകർന്നതായും കുവൈറ്റിലെ അമേരിക്കയുടെ വ്യോമത്താവളവും സൈനിക ബേസും തകർത്തതായുമുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിരിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. റഡാർ സംവിധാനം ബഹ്റൈനിലേതും ഒരു പരിധിവരെ ജോർദാനിലേതും തകർച്ച നേരിട്ടതാണ്. അപ്പോൾ സർവ്വമേഖലയിലും നാശമുണ്ടായിട്ടുണ്ട്. യുദ്ധം ഇന്ന് 103ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. 4 ആഴ്ച കൊണ്ട് അവസാനിക്കുന്ന യുദ്ധമാണ് 4ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചത് എന്നൊരു പ്രത്യേകത ഉണ്ട്. 18 അമേരിക്കൻ മേഖല, ഈ ബേസ് മേഖല വലിയ രീതിയിൽ വൻതോതിൽ തകർച്ച നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. 21 സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തിയതിൽ പൂർണ്ണമായി 95% അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു. അതായത് ഇറാൻ്റെ ലക്ഷ്യം സാധൂകരിക്കുന്ന തരത്തിലാണ് അവരുടെ ആക്രമണം ഉണ്ടായത്. പ്രതിരോധങ്ങൾ അപ്പാടെ നിലം പൊത്തുന്ന രീതിയിലാണ് അമേരിക്കയുടേത് ഉണ്ടായത് എന്നും വിലയിരുത്തുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ താഴ് സിസ്റ്റത്തിനപ്പുറം ഇസ്രായേലിൻ്റെ അയൺ ഡോം നൽകുന്നത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലിനോട് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നത്. പ്രാദേശിക തലത്തിലെ റിപ്പോർട്ടാണ് അതൊക്കെ. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അതൊക്കെ വിശ്വാസയോഗ്യമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഹോർമുസിൻ്റെ നിലവിലെ 20% ആകെ തന്നെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ കപ്പൽ കടത്തിവിട്ടുന്നത്. അതും കൂടി ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായ രീതിയിൽ അടച്ചതോടുകൂടി ഊർജ്ജ പ്രതിസന്ധി ലോകത്താകമാനം വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറേബ്യൻ രാജ്യങ്ങൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള നിത്യോപയോഗ സാധനത്തിന് നേരെയാണ്, അല്ലെങ്കിൽ വസ്തുക്കൾക്ക് നേരെയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയത് എന്നതിനാൽ അമേരിക്കയുടെ സൈനികരെയും തങ്ങൾ ലക്ഷ്യമാക്കും എന്ന് ഇറാൻ്റെ ഭാഗത്തൊരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: അയത്തുള്ള അലി ഖംനായിക്ക് ശേഷം വന്നവർ ക്ഷമയില്ലാത്തവരും യുദ്ധത്തിന് താല്പര്യമുള്ളവരുമാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രസകരമായ രീതിയിൽ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക വലിയ പ്രയാസമുള്ളതാണ്. ഖമനേയിയെ കൊലപ്പെടുത്തിയത് മണ്ടത്തരമായി പോയി എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പ്രബലമായ രീതിയിൽ തന്നെ അമേരിക്കയുടെ സൈനികരിലും ട്രംപിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: അന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊരു സർക്കാർ സംവിധാനവും അതുമായിട്ട് ബന്ധപ്പെട്ട നേതൃത്വ നിരയും ഉണ്ടായിരുന്നു. അതിനുള്ള രൂപകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഖംനായിയെ സംബന്ധിച്ചിടത്തോളം സർവാധിപത്യമുള്ള ഒരു ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. ഇന്ന് രീതി മാറി. ഇന്ന് ഒരാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് പറയുന്നത്. സൈനികരോട് ചോദിക്കുന്ന സമയത്ത് ഇല്ല, നിങ്ങൾ സർക്കാർ തലത്തിലുള്ള ആളോട് ചോദിക്കൂ എന്ന് പറയും. സർക്കാർ തലത്തിലുള്ള ആളോട് ചോദിക്കുന്ന സമയത്ത് ഇല്ല, നിങ്ങളെന്ത് ചെയ്യൂ, ആത്മീയ നേതാവുമായിട്ട് ബന്ധപ്പെട്ട മതപരമായിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കൂ എന്ന് പറയും. അപ്പോൾ 3 കൂട്ടരും ഇപ്പോൾ തയ്യാറാകുന്നില്ല. 3 കൂട്ടരും സംയുക്തമായി യോജിപ്പിച്ച് കൊണ്ടുപോവുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്ന അയത്തുള്ള അലി ഖംനായി ആയിരുന്നു. അയാളുടെ കാലത്തിന് ശേഷം പിന്നീടുള്ളവരെല്ലാം ഒരു തീവ്ര ചിന്താഗതിക്കാരാണ്. അതായത് അമേരിക്കക്കും ഇസ്രായേലിനും മുൻപിൽ അടിയറ പറയുകയോ അവർക്ക് മുമ്പിൽ കീഴടങ്ങുകയോ ചെയ്യാൻ താല്പര്യമില്ലാത്തവരും നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കാൻ താല്പര്യമുള്ളവരുമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞു വരുന്ന നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ്: ഈജിപ്തിലേക്ക് യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക്, അതായത് ഈജിപ്തിലുള്ള അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടക്കും എന്നുള്ള ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഈജിപ്തിലില്ല. പക്ഷേ സിനായ് മേഖലയിൽ മൾട്ടിനാഷണൽ ഫോഴ്സ് ആൻഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന MFO എന്ന് പറയുന്ന ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയുടേത്. ഇവിടെയാണെങ്കിൽ ബഹുരാഷ്ട്ര സേനയ്ക്ക് നൽകിയതാണ്. അത് ഇസ്രായേലും ഈജിപ്തും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മധ്യസ്ഥ റോളിന് വേണ്ടിയിട്ട് 2 കൂട്ടരെ നിയന്ത്രിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണെങ്കിലും അവിടെ ഒരു സർവാധിപത്യം അല്ലെങ്കിൽ മേൽക്കോയ്മ അമേരിക്ക വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയുധപ്പുരകളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ടാങ്കുകളുണ്ട്, യുദ്ധവിമാനങ്ങൾ, അങ്ങനെ പോകും. അമേരിക്ക ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സൈനിക ബേസ് ഉണ്ടാക്കാൻ പറ്റാത്തിടത്ത് വാടകയ്ക്ക് ബേസ് വാങ്ങും.
അത് സൗദി അറേബ്യയിൽ അങ്ങനെയാണ്. അമേരിക്കയ്ക്ക് സ്വന്തമായി സൈനിക ബേസ് ഇല്ല, പക്ഷേ വാടക ബേസ് ഉണ്ട്. ഈ സുൽത്താൻ രാജാവിൻ്റെ പേരിലുള്ള കർജിലുള്ള ബേസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു വാടക ബേസാണ്. അത് വാടക വാങ്ങുന്നുണ്ടോ ഇല്ല എന്ന് മറ്റൊരു വിഷയം. പക്ഷേ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കാനൊന്നും അവർക്ക് അമേരിക്കയ്ക്ക് പറ്റില്ല, അത് വാങ്ങും. അതല്ലെങ്കിൽ താൽക്കാലികപരമായിട്ട് എവിടെയെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ ടെൻറ്റ് കെട്ടിങ് അതിൻ്റെ സർക്കസ് കൂടാറുണ്ടാക്കുന്ന പോലെ കൂടും. അത് വിപുലീകരിക്കും, കുറച്ചുകൂടി വിപുലീകരിക്കും. അത് പിന്നെ അവിടെ അവർ സ്ഥിരമാക്കും. പിന്നെ അവിടെ ബിൽഡിങ്ങുകൾ വരും. ഈ പ്രവൃത്തി സാധാരണ ഗതിയിൽ അവർ ചെയ്യാറുള്ളതാണ് എന്ന് ചുരുക്കം. ഇപ്പോൾ നമ്മൾ ഒരു ബേസിനെ പറ്റി പറഞ്ഞു. പിന്നെ കെയ്റോയിൽ മറ്റൊന്നുണ്ട്, നാവൽ മെറിഡിയൻ റിസർച്ച് യൂണിറ്റ് 3 എന്ന് പറയുന്ന ഒരു മേഖല അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ പ്രവർത്തനങ്ങൾ ഈ കേന്ദ്രങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയുടെ സൈനിക ഇൻസ്റ്റലേഷൻ ക്യാമ്പായിട്ടും ഇതിനെ കണക്കാക്കുന്നുണ്ട്. വർഷം തോറും ഈജിപ്തും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഇവിടെ പരിശീലനം നടക്കാറുണ്ട്. അമേരിക്ക ഈജിപ്തിൻ്റെ അമേരിക്ക ഈജിപ്തിൻ്റെ വിമാനത്താവളങ്ങളും ഉപയോഗിക്കാറുണ്ട്. അത് പിന്നെ അവർ പറയേണ്ട കാര്യമില്ല, അവരവിടെ കയറി കിട്ടിയാൽ പിന്നെ ആ പ്രവൃത്തികളെല്ലാം ചെയ്തോളും. 2011 ഇപ്പോൾ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇപ്പോഴത്തെ ഭരണാധികാരി അമേരിക്കക്ക് സപ്പോർട്ടുള്ളതാണ്. അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ആന്തരികമായ രീതിയിൽ വലിയ ഇടപെടൽ നടത്തിയ രാജ്യമാണ് അമേരിക്ക. ഹുസ്നി മുബാറക്ക് ഏറെക്കുറെ അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന സമീപനം, ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന സമീപനം ഉണ്ടായി. പിന്നെ അവിടെ പ്രശ്നങ്ങളായ വിഷയം 30 വർഷത്തിലധികം ഹുസ്നി മുബാറക്ക് അവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. പിന്നെ ആൾ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുണ്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ വിപ്ലവം ഉണ്ടാക്കി, ജനകീയ സമരം. 2011 ഈജിപ്ത് റവല്യൂഷൻ എന്ന് അതിന് പറയുന്നു. ഇത് വന്നതോടെ ഹുസ്നി മുബാറക്കിന് നിലനിൽക്കാൻ പറ്റാത്ത വിധം വന്നു. വലിയ പ്രക്ഷോഭങ്ങളായി സമരമായി രാജ്യത്തുടനീളം അത് അലയടിച്ചു. അതിന് പിന്നാമ്പുറം വിദേശ ശക്തികൾ ഉണ്ട് എന്നുള്ളൊക്കെ പരാതികൾ ഹുസ്നി മുബാറക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രതിഷേധക്കാരുടെ പ്രതിഷേധത്തിൻ്റെ മുൻപിൽ അത് ഏറ്റിട്ടില്ല. ഒടുവിൽ അദ്ദേഹത്തിന് സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു, മാറി നിൽക്കേണ്ടി വന്നു. മാറി നിന്നതോട് കൂടിയിട്ട് അയാളുടെ പേരിൽ പിന്നെ കേസുകളായി. എന്താ കേസ്? അഴിമതി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനുള്ള അഭാവം തുടങ്ങിയിരിക്കുന്ന ഒരുപാട് വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഇയാളുടെ പേരിൽ കേസ് വന്നു. ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്തിട്ടില്ലായിരിക്കും. ഏതാണെങ്കിലും അയാൾ മാനസികപരമായിട്ട് തളർന്നു, പിന്തുണ നൽകാൻ ആരില്ലാത്ത സ്ഥിതികൾ വന്നു. അതോട് കൂടിയിട്ട് പിന്നീട് ഇയാൾ കോടതിയിൽ കൊണ്ടുപോകുന്നതായി. പിന്നെ ഈ തളർച്ച വന്നു. പിന്നെ സ്ട്രെച്ചറിലായിരുന്നു കോടതി കൊണ്ടുപോയി. അതിൻ്റെ ചിത്രങ്ങളൊക്കെ അന്ന് പുറത്തു വന്നാണ്. ഈ യാത്രക്കിടയിൽ അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് സൈന്യത്തിൻ്റെ താൽക്കാലിക ചുമതല 2011 ഫെബ്രുവരി മാസം 11 മുസ്ലിം ബ്രദർഹുഡിൻ്റെ മുഹമ്മദ് മുർസി എന്നയാൾ നിലവിൽ വന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അന്ന് ഈ 2011 അദ്ദേഹം അധികാരമേറ്റെടുത്തോട് കൂടിയിട്ട് കുറച്ചു കാലമൊക്കെ ഭരിച്ചതോടുകൂടി പിന്നീട് ഇതേ ജനകീയ പ്രക്ഷോഭവും വിഷയങ്ങളും ഇയാൾക്കെതിരെ ഉണ്ടായി. അങ്ങനെ ഒരു നാടകമാണ് അവിടെ കളിക്കുന്നത്. അങ്ങനെ മുഹമ്മദ് മുർസിയെ പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് സുപ്രീം കോടതി ജഡ്ജിയായിരിക്കുന്ന അദ്ലി മൻസൂർ പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അയാൾ പിന്നെ സ്ഥിരമായിട്ട് അവിടെ ഭരണം നടത്തണം എന്നുള്ള താല്പര്യക്കാരനായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2014 എന്തുണ്ടായിരുന്നറിയോ? അദ്ലി മുൻസിറെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവിടെ വീണ്ടും ജനാധിപത്യപരമായിട്ട് മറ്റേയാൾ താൽക്കാലികപരമായിരിക്കുന്ന പ്രസിഡന്റാണ്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അല്ല. കാരണം സുപ്രീം കോടതി ജഡ്ജി പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തു എന്ന് പറയുന്നു. പക്ഷേ അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി നോക്കിയിരുന്നു. പാകിസ്ഥാനിൽ അങ്ങനെ ഉണ്ടാവില്ല. സൈനിക കമാൻഡർമാർ പിന്നെ വരുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ്. പ്രധാനമന്ത്രി ചെയ്യും ഈ സൈനിക കമാൻഡറെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനത്തെ ഒരു നാടകം പാകിസ്ഥാനിൽ കളിക്കലുണ്ട്. അതിന് സമാനമായിരിക്കുന്ന ഒരു രീതി ഈജിപ്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അദ്ലി മൻസൂറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവിടെ വീണ്ടും ഈ എലക്ഷൻ നടന്നു. എലക്ഷൻ നടത്തിയതിൽ കുറേ കൃത്രിമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നൊരു പരാതി അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും അബ്ദുൽ ഫത്താഹ് അൽ സീസി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് അങ്ങനെയാണ് അധികാരത്തിൽ എത്തുന്നത്. അദ്ദേഹം സൈനിക മേധാവിയായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. സൈനിക മേധാവിയായിരുന്നു, പ്രതിരോധ മന്ത്രിയായിരുന്നു. പിന്നീട് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിച്ചു. യഥാർത്ഥത്തിൽ സൈനികർക്ക് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പാടില്ല എന്ന നിയമമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഏതാണെങ്കിലും മത്സരിച്ചു. 2019 ജൂൺ മാസം 17 മേഴ്സി കൊയഞ്ഞു വീണ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം കൂടി യഥാർത്ഥത്തിൽ ഈ അബ്ദുൽ ഫത്താഹ് അൽ സീസിക്ക് ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അയാളുടെ ഭരണം തന്നെയാണ് ഇപ്പോൾ 10 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ഭരണത്തിൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കാര്യമായിട്ട് വന്നിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. അതായത് മുൻ പ്രസിഡന്റുമാർ മരണപ്പെടുന്നു, പുതിയ പ്രസിഡന്റുമാർ അധികാരം ഏൽക്കുന്നു. അധികാരം ഏൽക്കുന്ന ആളുകൾ എന്തെങ്കിലും സൈനിക കമാൻഡർമാരെ ബന്ധപ്പെട്ടവരായിരിക്കും, അഥവാ പാകിസ്ഥാൻ്റെ അതേ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം ഇതല്ല. നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം
അമേരിക്ക വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഈജിപ്ത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിൽ സൈനിക ബേസോ അതിൻ്റെ സൈനിക ബേസ് ഇല്ല, പക്ഷേ അവരുടെ സൈനികരും അതിൻ്റെ സംവിധാനങ്ങളും ഉണ്ട്. വളരെ രഹസ്യമായ രീതിയിൽ ഇവിടെ നിന്ന് ഇസ്രായേലുമായി ലിങ്ക് ചേർത്തുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഒപ്പിക്കുന്നുണ്ട് എന്ന് ഇറാൻ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ജോർദാന് ശേഷം ആ മേഖല ലക്ഷ്യമാക്കും എന്നുള്ളൊരു അഭിപ്രായവും രാഷ്ട്രീയ നിരീക്ഷകരിൽ ഇപ്പോൾ പ്രാധാന്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം.